കർത്താവ് എനിക്കിങ്ങനെ നൽകി തന്ന ഈ മഹനീയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടും യോഗ്യതയില്ലാത്ത സ്ഥാനത്താണ് നിങ്ങളുടെ മുന്നിൽ ഈ മാന്യ പരിവേഷം നൽകി ദൈവം കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതിനെത്ര സ്തുതിച്ചാലും മതി വരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് സാധാരണ സാക്ഷ്യം പറയുന്ന എല്ലാ വ്യക്തികളും തന്നെ പറയുന്നതായിരിക്കാം, ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുവാൻ അല്ലെങ്കിൽ ഈ പുസ്തകം എടുക്കാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ പ്രിയമുള്ളവരെ പറയട്ടെ, ചില വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകം വലിച്ചെറിഞ്ഞിട്ട് വല്ലവരും വല്ലതും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജീവിക്കാനാവില്ല, അധ്വാനിച്ച് ജീവിക്കണമെന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി വളരെ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം പണിതെടുത്ത് ഈ പുസ്തകത്തെ ചുമക്കുവാൻ, ഈ പുസ്തകത്തെ സാക്ഷിക്കുവാൻ ആക്കി വെച്ചത് എൻ്റെ ദൈവത്തിൻ്റെ എത്ര വലിയ മനസ്സലിവാണെന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. എൻ്റെ കുടുംബനാഥൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഉപജീവന പാതയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ദേശമായി കടന്നുപോയി കർത്താവ് ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങൾ രണ്ടു കൂട്ടരും അതിന് യോഗ്യരല്ല. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരല്പമായ തീവ്രവാദിയായിരുന്നു എന്ന് പറയാം. 20-ാമത്തെ വയസ്സിൽ അത്യാവശ്യം ലൗകിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന സംഘടനയിൽ ചേർന്ന് ബ്രഹ്മചര്യം സ്വീകരിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ ഞാൻ അന്വേഷിച്ച ദൈവത്തെ എനിക്ക് കണ്ടെത്താനായില്ല. എനിക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, സ്വന്തമായി എനിക്ക് മൂർത്തികളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ പിതാവ് വളരെ നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു ചിത്രവും ഞങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മമതയുണ്ടായിരുന്നുവെങ്കിലും ഈ ക്രിസ്തീയതയോട് വളരെ അറപ്പായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സാക്ഷ്യം അല്പമായി പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ കേട്ട് വളർന്നതും ഞാൻ പഠിച്ചതും ഇതൊരു വിദേശ മതമാണ്. നമുക്ക് ഭാരതീയമായൊരു നല്ല മതം ഉണ്ട്. ആ സ്ഥിതിക്ക് ഒരു വിദേശ മതത്തിൻ്റെ ആവശ്യം എനിക്കില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്ത്യാനികളോട് വളരെയധികം വെറുപ്പായിരുന്നു. പ്രത്യേകിച്ചും വെള്ളവസ്ത്രധാരികളായിട്ടുള്ള ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാതെ നടക്കുന്ന ക്രിസ്ത്യാനികളോട് വളരെ അറപ്പായിരുന്നു. ഞാൻ അത്തരക്കാരോട് സംസാരിക്കാറേ ഇല്ല. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും വന്ന പരാജയങ്ങളുടെ മധ്യത്തിൽ ദൈവം ചില സുവിശേഷകരെ, ചില ആശ്വാസകരെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചപ്പോഴൊക്കെയും ഞാൻ അവരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം സുവിശേഷത്തിന് ചെവി കൊടുക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. ഞാൻ അത്രയ്ക്കും മാത്രം സുവിശേഷത്തെ വേർതിരുന്നു. എന്നാൽ എനിക്ക് മറ്റൊരു വശം ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടി, ഞാനൊരു അധ്യാപികയായിട്ട് മാറി. അതോടൊപ്പം ദൈവം എന്നെ മറ്റൊരു മേഖലയിൽ അഭ്യസിപ്പിച്ചു. മീഡിയ പ്രവർത്തനങ്ങളിലായി ദൂരദർശനിലും ആകാശവാണിയിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പല മേഖലകളിലായിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലെ ഒരു ചിന്ത, ഞാൻ ധരിച്ചു വച്ചിരിക്കുന്ന സത്യങ്ങളെ എനിക്ക് ദേശത്തിലൊക്കെ അറിയിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ എൻ്റെ ദേശത്തുണ്ടായിരുന്ന കുറച്ച് ക്രിസ്തീയ കുട്ടികളെ തന്നെയാണ് നോട്ടമിട്ടത്. പല ഡിനോമിനേഷനിലായിട്ട് വളർന്നു വന്നിരുന്ന, വചനത്തിൽ വളർത്തപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശേഖരിച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവരെ വളച്ചൊടിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചിലതവരെ അഭ്യസിപ്പിച്ചു. നിങ്ങൾക്കറിയുമല്ലോ, ഇസ്രായേലിൽ നിന്ന് ഒരു കൂട്ടം യൗവനക്കാരെ പിടിച്ചുകൊണ്ടുപോയി ബാബേലിൽ കൊണ്ടുചെന്ന് കൽദയ ഭാഷയും മറ്റു ശാസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച ഒരു രാജഭരണം. അതുപോലെ തന്നെ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന പൈശാചിക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം, ആ ശക്തി എന്നെ കൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യിച്ചു. എന്നാൽ എൻ്റെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വൻ തകർച്ചകൾ ഉണ്ടാകുമ്പോഴും തോൽവി സമ്മതിച്ചു കൊടുക്കുവാൻ അല്പവും മനസ്സുണ്ടായിരുന്ന വ്യക്തിയായിരുന്നില്ല ഞാൻ. ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു ഏകദേശം 3 വർഷമാകുമ്പോൾ താങ്ങാൻ വയ്യാത്ത കടഭാരത്താൽ ഞങ്ങളുടെ കുടുംബജീവിതം അധപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ദൈവം നൽകി തന്ന ഒരു കുഞ്ഞുണ്ട്. അന്ന് 9-ാം മാസത്തിൽ ഞങ്ങൾ കണ്ടെത്തി അവൾക്ക് ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, ശാരീരികമായി വലിയൊരു കുറവുണ്ട്.
അവളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഏത് കാൽസ്യ ആഹാരവും അവളുടെ ശരീരത്തിൽ നിന്ന് യൂറിനിലൂടെ പുറത്തു പോവുകയാണ്. അതും കൗണ്ട്ലെസ് ക്രിസ്റ്റൽസ് ആയിട്ട് യൂറിനിലൂടെ പുറത്തു പോകുന്നത് കൊണ്ട് കിഡ്നിയൊക്കെ വേഗത്തിൽ ബാധിക്കാം, വേഗത്തിൽ കിഡ്നിയൊക്കെ അപകടത്തിലാകാം. മറ്റൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവളുടെ അസ്ഥികൾക്ക് തീരെ ബലമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി മെഡിസിൻ കൊടുക്കാം. ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്കം പോയി, ഞങ്ങളുടെ ജീവിതമാകെ പ്രതീക്ഷയില്ലാതായി. ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അവസാനിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ്. വലിയ സമ്പന്നതയിൽ ജീവിച്ചിരുന്നിട്ട് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക്, ഏറ്റവും താഴ്ത്തപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഡോക്ടറിനോട് പോലും കടം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റപ്പെട്ടു. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് ആരിൽ നിന്നും ആശ്വാസം കൈക്കൊള്ളാനായിട്ട് മനസ്സുമില്ല. ഞങ്ങളുടെ തോൽവി ലോകം അറിയരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിച്ചു. എൻ്റെ കുടുംബനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണം അനുസരിച്ച് വ്രതാനുഷ്ഠാനത്തിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വ്രതം പൂർത്തീകരിക്കപ്പെടും. അതുവരെ ആ രീതിക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ഒരുക്കത്തിലായിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു ചെറിയ സഭ, ഇവിടെ ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ ചെറിയ സഭ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ചെറിയ സഭകൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ! മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, അത് ദൈവം ഉയർത്തി വെച്ചിരിക്കുന്നതാണ് എങ്കിൽ പ്രിയമുള്ളവരെ, അവൻ ചെറുതെന്ന് നിങ്ങൾ ഓർക്കണ്ട, അവൻ ചെറുതെന്നോർത്ത് തുച്ഛീകരിക്കണ്ട. ദൈവത്തിന് ചില പദ്ധതികൾ ദേശത്ത് വെളിപ്പെടുത്തേണ്ടതിന് ചെറുത് തന്നെയാണ് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ യാദൃശ്ചികമായി കടന്നുപോയ സഭയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആർക്കും ഞങ്ങളുടെ മനസ്സിനെ തിരിക്കാൻ പറ്റില്ല. മാനുഷികമായ ഒരു ഉപദേശത്തിന് ഞങ്ങൾ ചെവി കൊടുക്കില്ല. ഞങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു സഭയിലേക്ക് കടന്നു പോയതല്ല, ഒരു വിടുതലിന് വേണ്ടി കടന്നു പോയതല്ല. ഞങ്ങളുടെ സഹോദരൻ അവിടെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയതാണ്. പക്ഷേ അന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി രക്ഷയ്ക്കായി ഒരുക്കിയിരുന്ന ദിവസമായിരുന്നു അന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീകളുടെ ഭാഗത്ത് ഞാനും പുരുഷന്മാരുടെ ഭാഗത്ത് എൻ്റെ ഹസ്ബൻഡും ഇരുന്നു, എൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അതെങ്ങനെയെന്ന് വർണ്ണിക്കാൻ എനിക്ക് സമയം പോരാ, അറിയില്ല. അത്രയ്ക്കും മാത്രം അത്ഭുതകരമായിരുന്നു അത്. പ്രിയമുള്ളവരെ, അന്ന് വരെ ജീവിച്ചിരുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ കൈക്കീഴിൽ ഒതുങ്ങിയിരുന്ന, അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് വഴിമാറാമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ ദൈവം ഒന്ന് തൊട്ടു. ആമേൻ. കത്തിയെരിയുന്ന തീച്ചുള്ളക്കകത്ത് കിടന്നിരുന്ന ഒരു വസ്തുവിനെ എടുത്ത് ഒരു ഐസ് ക്യൂബിനുള്ളിലേക്ക് ഇട്ടാൽ എത്രത്തോളം ആശ്വാസമായിരിക്കുമോ അതുപോലെ ദിവ്യമായൊരു സമാധാനം ഞങ്ങളുടെ മേൽ ഇടിച്ചിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കറിയില്ല അത് രക്ഷയുടെ സന്ദേശമാണെന്ന്, ഞങ്ങൾക്കറിയില്ല ഇത്ര സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് അനേകം ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല, കഴിവ് ഞങ്ങൾക്കില്ല. പക്ഷേ അന്ന് ദൈവം ഞങ്ങളെ ചേർത്തണച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഏകദേശം 16 വർഷത്തിലധികമാകുന്നു ഞങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കണ്ടുകൊണ്ട് സാക്ഷികളായി ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങൾ അനേകം ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, അനേക ആചാരാനുഷ്ഠാനങ്ങൾ, പൂജാവിധികൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന് എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചു. വളരെ പ്രശസ്തരായ ചില ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ അവളുടെ ജാതകം എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ഉപദേശിച്ചത് 3 വയസ്സ് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ്. അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു 3 വയസ്സിന് ശേഷം ഈ കുട്ടി കിടക്കയിലായി പോകും, കിടന്നു പോകുന്നൊരവസ്ഥയിലായി പോകും. കാരണം അവളുടെ അസ്ഥികൾക്ക് ബലമില്ലാതെ വരും, ശരീരത്തിന് ഭാരം വന്ന് തുടങ്ങുമ്പോൾ കുഞ്ഞിന് നടക്കാൻ പറ്റാത്താവും. നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളെ ലഭിക്കും. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ട് അതിനങ്ങനെ കിടക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഏത് മാതാപിതാക്കൾക്കാണ് കഴിയുന്നത്? രാത്രികാലങ്ങളിൽ പൊള്ളുന്ന പനിയായിട്ട്, ഇൻഫെക്ഷനായിട്ട് എൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പനിയിൽ എൻ്റെ കുഞ്ഞങ്ങ് മരിച്ചു പോയെങ്കിലെന്ന്. എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ പത്രവാർത്തകളിലൊക്കെ വായിക്കുന്നത് പോലെ സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്ന ഒരു ദുഷ്ടത പ്രവർത്തിക്കാതിരിക്കാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ ജീവിക്കണേന്നല്ല, സുഖമാവണേന്നല്ല. കാരണം എല്ലാവരും കൈയൊഴിഞ്ഞു, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു, ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങളെ കൈയൊഴിഞ്ഞു. രക്ഷിക്കുവാൻ ആരുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഒരു പനിയിൽ ഒതുങ്ങി അങ്ങ് തീരുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പോയി ആത്മഹത്യ ചെയ്യാം. അല്ലാതെ ഞങ്ങൾ എങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും?
ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എന്നാൽ അന്ന് ആ ചർച്ചിൽ നിന്ന് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു രോഗം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരുന്നവരല്ല. പ്രിയമുള്ളവരെ, 1 മാസം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ മറന്നുപോയി. ഞങ്ങൾക്ക് എപ്പോഴും ഈ ചർച്ചിലേക്ക് പോകണം, ദൈവത്തെക്കുറിച്ച് അറിയണം, ആരാധിക്കണം, പ്രാർത്ഥിക്കണം, അത് മാത്രമായി ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾ അതിനുവേണ്ടി വിരഞ്ഞോടുന്ന ഒരു അനുഭവമായി. അതുകൊണ്ട് കുഞ്ഞിൻ്റെ രോഗമൊന്നും ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ 1 മാസത്തിനുള്ളിൽ കുഞ്ഞിന് അസുഖമേ വന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് ഓടുന്നതാണ്. ഒടുവിൽ 1 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് റിസൾട്ട് വന്നു. നിറയെ ക്രിസ്റ്റൽസ് ആയിട്ട് എണ്ണാൻ പറ്റില്ലെന്ന് അതുവരെ പറഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് റിസൾട്ട് തന്നത് ഒരു ക്രിസ്റ്റൽ പോലും ഇല്ലാത്ത ക്ലീൻ യൂറിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ദൈവം ഞങ്ങൾക്ക് ആദ്യമായി നൽകി തന്ന അടയാളമാണ് അത്. ഞങ്ങളുടെ ദൈവം അത്ഭുത മന്ത്രിയാണ് എന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം തെളിയിച്ചു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ സ്ഥാനത്ത് സൗഖ്യമാകില്ല എന്ന്, അല്ലെങ്കിൽ സൗഖ്യമാക്കാൻ കഴിയാത്ത ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിലായിരുന്നു. കർത്താവിന് വേണ്ടി വിലപ്പെട്ട സാക്ഷ്യമായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ രക്ഷകന്റെ കയ്യിൽ അങ്ങ് കൊടുത്താൽ മതി. ഏതെങ്കിലും തരത്തിൽ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നു, തലമുറകളെ കർത്താവിൻ്റെ കയ്യിൽ വിശ്വാസത്തോടെ ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയും വലിയൊരു കാത്തിരിപ്പിന് ശേഷം കർത്താവ് ഒരു തലമുറയെ കൂടി തന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുടുംബമായി ശുശ്രൂഷയിലാണ്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ശരീരത്തിൽ സൗഖ്യമാകില്ല എന്ന് പറഞ്ഞിരുന്ന അനേക രോഗങ്ങൾ ദൈവം വിടുവിച്ചു. അതിലൊന്നായിരുന്നു എൻ്റെ നട്ടിൽ അകത്തേക്ക് വളഞ്ഞു പോയിരുന്നു. സിസേറിനുള്ള ബന്ധത്തിൽ എൻ്റെ നട്ടിൽ അകത്തേക്ക് വളഞ്ഞു പോയിട്ട് 2 സിസേറിൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ശവം പോലെയായി. എനിക്ക് നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. ഞാനൊരു ടീച്ചറാണ്, കൂടുതൽ നിന്നാണ് ടീച്ച് ചെയ്യുന്നത്. എനിക്ക് വളരെ പ്രയാസമായി. ഒടുവിൽ ഞാൻ എൻ്റെ ജീവിതം വെറുത്തു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്കൊരു ആശ്വാസത്തിന് ഒരു വഴിയില്ല. ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക ശുഭ, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുക. സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുക. ഞാൻ പക്ഷേ പെയിൻ കില്ലർ അത് ശരീരത്തിൽ എത്രത്തോളം ദോഷം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചില്ല. പക്ഷെ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ കർത്താവേ? ഞാൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയായിട്ട് ഇരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടന്നില്ല. ഞാൻ തിരിച്ച് ബസ്സിന്, KSRTC ബസ്സിന് ഈസ്റ്റ് ബോട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കർത്താവ് എന്നെ ശബ്ദം കേൾപ്പിച്ചു, നിനക്ക് ചികിത്സ വേണ്ട, നിനക്ക് ചികിത്സ വേണ്ട. ഹല്ലേലൂയ. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് നല്ല വൈദ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ ആ വാഹനത്തിൽ വരുമ്പോൾ ഞാനും ചിന്തിച്ചു, കർത്താവ് എന്നോട് പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവിനൊരു പ്രവൃത്തിയുണ്ട്. ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന അത്യാവശ്യം മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ വന്നൊരു 6 മാസം എനിക്ക് വളരെ ശോധനയുടെ സമയമായിരുന്നു. തീരെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഓർത്തു, കർത്താവിന് എന്നോട് എന്തോ ചെയ്യുവാനുണ്ട്. പലപ്പോഴും ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുള്ളതിനൊക്കെയും കർത്താവ് മറുപടി തന്നിട്ടുള്ളത് കൊണ്ട് അതും ഞാൻ വിശ്വസിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന തിരുവചനം ഉള്ളിടത്തോളം എനിക്ക് സൗഖ്യം തരുവാൻ എൻ്റെ ക്രിസ്തു മതിയായവൻ. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് ഒരു മിഥ്യാമൂർത്തിയല്ല, ഒരു ഐതിഹ്യ കഥാപാത്രമല്ല, ഒരു കേട്ടുകേൾവിയല്ല, ജീവിക്കുന്ന ക്രിസ്തുവാണ്. എന്നെ മരണത്തിൽ നിന്ന്, നിത്യപാപ അഗ്നിയിൽ നിന്ന് എന്നെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് എൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, 2016 നവംബർ 1-ാം തീയതി കർത്താവ് എൻ്റെ നട്ടലിൻ്റെ വളവ് അത്ഭുതകരമായി മാറ്റി തന്നു. ഇന്ന് 2024 ഈ മാസം, ഈ ദിവസം വരെയും ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി എത്ര മണിക്കൂർ വേണം? ഒരു പക്ഷേ ഇന്ന് ഞാൻ അല്പസമയം ഇവിടെ ഇരുന്നപ്പോഴോ, അല്ലെങ്കിൽ ബസ്സിന് യാത്ര ചെയ്ത് വന്നപ്പോഴോ, അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നപ്പോഴോ മാത്രമായിരിക്കും ഇരുന്നത്. കൂടുതൽ സമയം നിൽക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ എങ്ങും ഒരല്പം പോലും വേദനയില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ കുടുംബനാഥൻ പുറകിലിരിപ്പുണ്ട്. ഏകദേശം 6 ഗുളിക കഴിച്ച് ദിവസം പ്രതി ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഈ മനുഷ്യൻ ശരീരത്തിൽ മെഡിസിൻസ് കൊടുക്കരുത്, നിങ്ങൾ വീട്ടിൽ വെച്ച് സൈക്കോ തെറാപ്പി ചെയ്യുക, അതായത് മാനസികമായ സമാധാനവും സന്തോഷവും മാത്രം കൊടുക്കുക, ട്രീറ്റ്മെൻ്റ് ഒന്നും ഇനി ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ട എന്ന് തിരുവനന്തപുരം സിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട 2 ഹോസ്പിറ്റലുകൾ പറഞ്ഞു. പക്ഷേ പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് അദ്ദേഹത്തിന് ഇന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ ഈ ഗുളികകളുടെയോ മരുന്നുകളുടെയോ ആശ്രയമില്ലാതെ അതിനുശേഷം, അതായത് ഡോക്ടേഴ്സ് വിധി എഴുതിയതിന് ശേഷം പുതുജന്മം നൽകി കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മെഡിസിനുകളുടെ ശക്തിയിലല്ല ഇന്ന് ജീവിക്കുന്നത്, ആത്മാവിൻ്റെ ശക്തിയിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇനിയും എണ്ണമറ്റ സൗഖ്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്രയും. എൻ്റെ തലയ്ക്കുള്ളിൽ ഇൻഫെക്ഷനായി, ബ്ലോക്കായി, അത് ദൈവം റേഡിയേഷൻ ചെയ്ത് പുറത്ത് തന്നു. ഒരു ഡോക്ടേഴ്സും തൊടാതെ, ഒരു മെഡിസിനും ചെയ്യാതെ. പ്രിയമുള്ളവരെ, ശരീരം മുഴുവൻ ചെലന്തി വിഷം ബാധിച്ചു പോയിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കില്ല, പ്രയാസങ്ങൾ വരാതിരിക്കില്ല, ഭാരങ്ങൾ വരാതിരിക്കില്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിലൊക്കെയും ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യുവാനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോവിഡ് 2 പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം രഹസ്യമായിട്ട് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതുകൊണ്ട് കോവിഡ് സെൻ്ററിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ അവിടെയും ഒരു മെഡിസിൻ പോലും, ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിസിനോ ഉപയോഗിക്കാതെ, നേരെ വേണം ചൂടുവെള്ളം പോലും കുടിക്കാതെ, പ്രിയമുള്ളവരെ, ആയിരുന്നിട്ട് പോലും മറ്റുള്ളവർ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് എന്നറിയുന്നതിന് മുന്നേ കർത്താവ് എന്നെ നെഗറ്റീവാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ലക്ഷങ്ങളുടെ കടബാധ്യതകളെ മഞ്ഞുരുകുന്നത് പോലെ, സൂര്യൻ്റെ മുന്നിൽ മഞ്ഞുരുകുന്നത് പോലെ അത്ഭുത വഴികളെ ഒരുക്കി. വർഷങ്ങളെടുത്തു, ഒരു 3-4 വർഷങ്ങളെടുത്തു. പക്ഷേ ഞങ്ങൾക്കത് ഭാരമാകാതെ, ഞങ്ങളെ അത് തകർത്ത് കളയാതെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അതെല്ലാം നീക്കി തന്നു. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം മുഴുവനും ഞാൻ സാക്ഷ്യം പറയും. അത്രയ്ക്കും മാത്രം പറയുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അലതല്ലി വരുന്നുണ്ട്. എൻ്റെ മകനെക്കുറിച്ച് കൂടി ഒരു സാക്ഷ്യം പറയാം. അവൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ്. ഇളയ പൈതൽ, 2 പൈതലും അങ്ങനെയാണ്. ഇളയ പൈതലിനെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ മകൾ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേ വരുന്ന അതേ മാസത്തിൽ തന്നെ എനിക്കൊരു സഹോദരനെയോ സഹോദരിയോ തരണമെന്ന് പറഞ്ഞ് കർത്താവിനോട് കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവൾക്ക് ഒക്ടോബർ മാസം 8-ാം തീയതി ബർത്ത്ഡേ ആണ്. അവൾക്ക് ദൈവം കൊടുത്ത 7 വർഷത്തിന് ശേഷം കൊടുത്ത സഹോദരന് ഒക്ടോബർ മാസം 16-ാം തീയതി ബർത്ത്ഡേ ആണ്. അതായത് 8-ാം തീയതി അവൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, 16-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പിടിവാശികൾ കർത്താവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ചില നമ്മുടെ സ്നേഹത്തോടെയുള്ള അവകാശം ചോദിക്കൽ, ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചാൽ തരും എന്ന് പറയുന്ന ഒരു ചോദിക്കൽ തന്നെ ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. പ്രിയമുള്ളവരെ, എന്താഗ്രഹമാണ് ദൈവം നടത്തി തരാത്തത്? ഞങ്ങളുടെ മകൻ, അവൻ ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു വയസ്സോ 1.5 വയസ്സോട് ചേർന്നപ്പോൾ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പാട്ട് പാടും. എത്ര നല്ലവൻ എന്നെ യേശുനായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാടി നടക്കും. കോഡ്ലെസ് മൈക്ക് പോലെ എന്ത് സാധനം കിട്ടിയാലും എടുത്ത് കയ്യിൽ വെച്ചിട്ട് പാടിക്കൊണ്ട് നടക്കും. ഭയങ്കര സുവിശേഷ പ്രസംഗകനായിരുന്നു. ഞങ്ങൾ പരസ്യമൊക്കെ ചെയ്യാൻ പോകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കൂടെ വന്നിട്ട് കോഡ്ലെസ് മൈക്ക് എടുത്തിട്ട് ജംഗ്ഷനുകളിലൊക്കെ നിന്നിട്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയും. വളരെ കുഞ്ഞു പ്രായമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കസേരയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞ് വീഴാനിടയായി. പ്രിയമുള്ളവരെ, ഏകദേശം 2 വർഷത്തോളം, 1.25 വർഷത്തോളം എൻ്റെ കുഞ്ഞിന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അവൻ സംസാരിക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടു പോയി. ഞങ്ങൾ വളരെ വേദനയിലായി. പലരും അവനെ നോക്കി വിക്കൻ എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അവന് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ അറപ്പായി, വലിയ പ്രയാസമായി. സ്കൂളിലെ ഓറൽ ടെസ്റ്റ് നടക്കുമ്പോൾ LKG-യിൽ വെച്ച് ടീച്ചർ പറഞ്ഞു, നീ പറയേണ്ട, പോയിരിക്കട അവിടെ എന്ന് പറഞ്ഞു. കുഞ്ഞു ഹൃദയം വളരെ വേദനിച്ചു. കരഞ്ഞുകൊണ്ട് വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഉത്തരം അറിയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്, വിക്കി ഒരുപാട് സമയമെടുത്താണ് പറയുന്നത്. പക്ഷെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉത്തരം എനിക്ക് അറിയായിരുന്നു, ടീച്ചർ പറയാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അതൊരു പെന്തക്കോസ്റ്റ് ടീച്ചറായിരുന്നു, എൻ്റെ ഫ്രണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ മുറിവേൽപ്പിച്ചു. ഞാൻ പറയും, കർത്താവ് ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ ചില മുറിവുകൾ നമുക്ക് വരണം. ഹല്ലേലൂയ. ആ പിഞ്ച് ഹൃദയം വേദനിച്ച് സ്വർഗം കണ്ടു. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്നവൻ നന്നായി പാടും, ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.